എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് കോന്നിയൂർ നരേന്ദ്രനാഥ് എഴുതിയ ജലദേവത എന്ന കഥ കേൾക്കാം. ആറ്റുവഞ്ചിയുടെ തളിരിലകൾ തികഞ്ഞ പച്ചനിറം പ്രാപിച്ചു വരുന്നതേയുള്ളൂ. ഇടയ്ക്കിടെ കുനിഞ്ഞു നിൽക്കുന്ന ചില്ലകളിൽ തവിട്ടു നിറമുള്ള തളിരുകൾ തൊങ്ങൽ പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. തുലാവർഷമേറ്റ് നവചൈതന്യം പ്രസരിപ്പിച്ചുകൊണ്ടാണ് മരമായ മരമൊക്കെ നിൽക്കുന്നത്. ആറ് നിറഞ്ഞൊഴുകുകയാണ്. തെളിഞ്ഞ് നല്ല തണുപ്പുള്ള വെള്ളം. മുകളിലത്തെ നീലനിറമൊത്ത അമ്പരം അതിൽ പ്രതിബിംബിക്കുന്നു. അപൂർവമായി അങ്ങുമിങ്ങും ആകാശത്തിൽ അലഞ്ഞു തിരിയുന്നുണ്ട് വെള്ളിമേഘങ്ങൾ. നേരം മധ്യാഹ്നത്തോടടുത്തിരിക്കും. വെയിലിനുമുണ്ട് വല്ലാത്തൊരു വശ്യത. ഇടയ്ക്കിടെ അലസമായി വീശുന്ന കാറ്റ് ആറിൻ്റെ ഇരുകരയ്ക്കുമുള്ള പച്ചിലച്ചാർത്തുകളെ ഇക്കിളിയിടുന്നു. വിശദീകരിക്കാനാവാത്ത വിവിധ ശബ്ദങ്ങൾ പതിഞ്ഞ മട്ടിൽ കേൾക്കാനുമുണ്ട് ആ സന്ദർഭങ്ങളിൽ. സോമൻ പടികളിറങ്ങി വെള്ളത്തിൻ്റെ വക്കിലെത്തി. ആറിൻ്റെ അക്കരെ കുളിക്കാൻ സാധാരണ കാണാറുള്ള തിരക്കൊന്നുമില്ല. തിരക്കില്ലെന്നു തന്നെയല്ല, അവിടെയൊക്കെ ശൂന്യമാണ്. അതിരാവിലെ മുതൽ മധ്യാഹ്നത്തോടടുത്തു വരെ അവിടെ സാധാരണ എത്ര സജീവമാണെന്ന് അയാൾക്ക് അനുഭവമാണ്. തുണി നനയ്ക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനികൾ അവിടെ എപ്പോഴും മുഴങ്ങാറുണ്ട്. വെള്ളത്തിൽ നീന്തിക്കുളിക്കുന്ന വികൃതി കുട്ടികളുടെ വിളികളും വെള്ളത്തിൽ പതച്ച് ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടാക്കുന്ന ചെറുപ്പക്കാരുടെ നേരമ്പോക്കുകളും ചിരികളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരിക്കും. മുലക്കച്ച കെട്ടി മുങ്ങിക്കുളിക്കുന്ന തരുണീമണികളുടെ ജലക്രീഡകൾ, അതൊക്കെ നോക്കി നിൽക്കാൻ എത്ര രസമാണ്. ഇപ്പോൾ അതൊന്നുമില്ല. എത്ര ശാന്തമാണ് അവിടം, എത്ര നിശ്ചലമാണ് ആ അന്തരീക്ഷം. പടിയിറങ്ങി ആറ്റിൽ നിന്ന് 2 കൈകളും കൂട്ടി കുമ്പിലുണ്ടാക്കി അയാൾ വെള്ളം കോരി നോക്കി. എത്ര ശുദ്ധമായ ജലം! സ്ഫടികം പോലുള്ള വെള്ളത്തിനടിയിൽ ഉള്ളം കൈയിലെ രേഖകൾ കൂടുതൽ വലുതായി കണ്ടു. ചെറുതേൻ്റെ നിറമൊത്ത കൈരേഖകൾ. അയാൾ വെള്ളം മുഖത്തൊഴിച്ചു. എന്തൊരു തണുപ്പ്! ശരീരമാകെ കുളിരുകോരിയിടുന്നത് പോലെ ഒരു തോന്നൽ. കുനിഞ്ഞു നിന്നിരുന്ന സോമൻ പതുക്കെ നിവർന്നു. ആറ്റിനക്കരെ തെങ്ങിൻതോപ്പുകൾക്കപ്പുറത്ത് അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന കുന്നിൻപുറങ്ങളുടെ രേഖകൾ നീലിച്ചു കാണാം. അതിലൊന്നിൽ കറുത്ത പാറക്കെട്ടുകളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന വെള്ളം വെയിലേറ്റ് തിളങ്ങുകയാണ്. എങ്ങും നിശബ്ദത, എങ്ങും കനത്ത ശാന്തത. പ്രപഞ്ചത്തിൻ്റെ ശാന്തിയിൽ അയാൾ അറിയാതെ ലയിച്ചു ചേരുകയാണെന്ന് തോന്നി. സുഖമായി നിദ്ര ചെയ്യുന്ന കുഞ്ഞിനെ ഉണർത്താതെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന വാത്സല്യനിധിയായ ഒരമ്മയെപ്പോലെ ഒരു കൊച്ചു കാറ്റ് അവിടെ കൂടി കടന്നുപോയി. ആറ്റുവഞ്ചിയുടെ ഇളന്തളിരുകൾ അനങ്ങിയില്ല. സ്ഫടികസമമായ ആറ്റുവെള്ളത്തിൽ കൊച്ചലകൾ ഉണ്ടായില്ല. എങ്കിലും സോമൻ്റെ ശരീരത്തിൽ അതുല്യമായ ആനന്ദത്തിൻ്റെ അലകൾ അത് സൃഷ്ടിച്ചു. ആ ആനന്ദം അയാളെ ഉണർത്തി. അയാൾ ദീർഘമായി ശ്വസിച്ചു. എന്തൊരു വാസന! വിടർന്നു വരുന്ന വാടാത്ത മുല്ലപ്പൂവിൻ്റെ വാസന. പൂക്കൾ കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന മുല്ലവള്ളിക്കുടിലിൽ ഇരുന്നാലുണ്ടാകുന്ന വാസന. അയാൾ വീണ്ടും ശ്വസിച്ചു. ഇങ്ങനെയൊരു വാസനയുണ്ടോ? ആരോ സ്ത്രീകൾ കടവിലേക്ക് കുളിക്കാനായി വരികയായിരിക്കാം. അയാൾ തിരിഞ്ഞു നോക്കി. ആരും അവിടെ എങ്ങുമില്ല. ആരുടെയും കാൽപെരുമാറ്റം കേൾക്കാനുമില്ല. ഇതെവിടെ നിന്നാണ് ഈ വാസന? സുഗന്ധത്തിന് മാദകത്വമുണ്ടെന്ന് അയാൾ അനുഭവിച്ചറിയുന്നത് ഇന്നാണ്. അയാളുടെ ചുറ്റുമുള്ള ലോകം കൂടുതൽ പ്രകാശമുള്ളതായി അയാൾക്ക് തോന്നി തുടങ്ങി. വീണ്ടും അതാ ആദ്യത്തെ മാതിരി ഒരു മന്ദമാരുതൻ. അടിച്ചുകാരി വന്നതുപോലെ അതാ മുല്ലപ്പൂവിൻ്റെ പരിമളം മാഞ്ഞു കഴിഞ്ഞു. സോമൻ കുളിക്കടവിലെ പടിയിലിരുന്നു. അയാൾ കുളിക്കാൻ വന്നതാണെന്ന കാര്യം വിസ്മരിച്ചു. ചിന്ത മുഴുവൻ ആ പരിസരത്തെപ്പറ്റിയും
പരിമളത്തെക്കുറിച്ചുമായി. അന്നൊരിക്കൽ അയാളുടെ ചിന്തകൾ കാടുകയറുകയാണ്. അതെ, ആ രംഗം അയാളുടെ സ്മരണയിൽ തെളിയുകയാണ്. അയാളെ അത്യധികം ആകർഷിച്ചിരുന്ന കമല അയാളുടെ അടുത്ത് വന്നപ്പോൾ ഇതുപോലെ ഒരനുഭവം ഉണ്ടായതാണ്. അന്നും അയാളുടെ ഹൃദയം ഇതുപോലെ നിയന്ത്രണാതീതമായി തുടിച്ചതാണ്. അവളുടെ ചുരുണ്ടുകറുത്ത തലമുടിക്കെട്ടിൽ അണിഞ്ഞിരുന്ന മുല്ലപ്പൂവിൻ്റെ മണം അയാളുടെ മൂക്കിനുള്ളിൽ നിറഞ്ഞു നിന്നതാണ്. അന്നാണ് ജീവിതത്തിൽ ആദ്യമായി അയാളുടെ ഹൃദയം മന്ത്രിച്ചത്. കമല സുന്ദരിയാണ്, കമല നിനക്കുള്ളതാണ്, നിനക്ക് മാത്രം. അയാളോട് ഏറ്റവും അടുത്തു നിന്നിരുന്ന അവളോട് എന്തു പറയണമെന്നറിയാതെ മഠയനായി മൂകനായി അയാൾ നിന്നു. അനേകം ദിനരാത്രങ്ങളിൽ ആലോചിച്ച് അടുക്കിയൊതുക്കി അഴകോടെ നിർത്തിയിരുന്ന വികാരം നിറഞ്ഞ വാക്കുകൾ ആ സന്ദർഭത്തിൽ അയാളുടെ ഹൃദയത്തിൽ നിന്ന് അപ്പാടെ മാഞ്ഞുപോയിരുന്നു. മണ്ണിലേക്ക് മുഖം കുനിച്ച് അതാ ആ നിൽക്കുന്ന ആറ്റുവഞ്ചിത്തളിരുകൾ പോലെ അവിടെ നിന്നിരുന്ന അവളെ അയാൾ ഓർമ്മിച്ചു. അവളുടെ മുല്ലപ്പൂമാലയണിഞ്ഞ മുടിക്കെട്ട് മാത്രം പരവശത വളർത്തിക്കൊണ്ട് പരിമളം പരത്തുകയാണ്. അങ്ങനെ അധികനേരം അവർക്ക് തനിച്ച് നിൽക്കേണ്ടി വന്നില്ല. അവളുടെ കുസൃതിക്കാരിയായ അനിയത്തി അവിടേക്ക് കടന്നു വന്നു. അവളോട് തനിച്ച് യാത്ര ചോദിക്കാൻ ചെന്ന അയാൾ അതൊന്നും ചെയ്യാതെയല്ലേ മടങ്ങിയത്. അവൾ ഇന്നെവിടെയാണ്? കമല, കമല. ഇന്നലെയാണ് അയാൾ മടങ്ങിയെത്തിയത്. ജീവിതം അയാളെ ഇക്കഴിഞ്ഞ 7 കൊല്ലങ്ങളായി എവിടെയെല്ലാം കൊണ്ടുപോയി. വീടും നാടുമായുള്ള ബന്ധമൊക്കെ വിടർത്തി ജീവിക്കാനൊരു വഴി കണ്ടെത്താൻ അയാൾ എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു. ഇതാ തേടിയ കാര്യം നേടിയിട്ട് അയാൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. പടിയിലിരുന്നു കൊണ്ട് ആറ്റിനക്കരെ വാഴക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ അവിടെ കാണുന്ന വീട്, അതാണ് കമലയുടെ വീട്. അവൾ അവിടെ കാണും. അന്നത്തെ പോലെ ഇന്ന് അവളെ കാണുമ്പോൾ അയാൾ മഠയനായി നിൽക്കുകയില്ല. സോമൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയുടെ പ്രകാശം പരന്നു. ഇനി പറയാനുള്ളതൊക്കെ ആണത്തത്തോടെ തുറന്നു പറയും. പറയാനുള്ള ശക്തി അയാൾക്കുണ്ട്. കാറ്റിൽ ചാഞ്ചാടുന്ന വാഴയിലകളുടെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് അയാൾ എഴുന്നേറ്റ് ആറ്റിലേക്ക് ഇറങ്ങി. കഴിയുന്നതും നേരത്തെ കുളിച്ചു കയറി അങ്ങോട്ട് പോകണം. അവളോട് പറയാനുള്ളതൊക്കെ മറക്കാതെ പറയാൻ മനസ്സിൽ ഉറപ്പിച്ചു കരുതിയിട്ടുണ്ട്. തണുത്ത ആറ്റുവെള്ളത്തിൽ നല്ലതുപോലെ മുങ്ങിയിട്ട് അയാൾ നിവർന്നു നിന്നു. ചേട്ടാ, ആരോ അയാളെ വിളിച്ചതുപോലെ തോന്നി. സോമൻ ശ്രദ്ധിച്ചു. ആരും അടുത്തില്ല. എങ്കിലും നല്ലതുപോലെ അയാൾ അത് കേട്ടു. ചേട്ടാ. പരിചിതമായ ശബ്ദം. മാദകമധുരമായ മുല്ലപ്പൂവിൻ്റെ പരിമളം. അടുത്തെങ്ങും ഒരു മനുഷ്യജീവിയുമില്ല. ആറ്റുവഞ്ചിയുടെ ചില്ലകൾ അനങ്ങുന്നില്ല. നീലാംബരത്തിൽ കൂടി നിശബ്ദമായി വെള്ളിമേഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സോമൻ വെള്ളത്തിൽ വീണ്ടും മുങ്ങിയിട്ട് നിവർന്നു നിന്നു. എന്നെ തിരക്കിയോ ചേട്ടൻ? അയാളുടെ ചെവിയിൽ സുപരിചിതമായ ആ ശബ്ദം വീണ്ടും വന്നലച്ചു. ആരോ അയാളെ മനഃപൂർവ്വം പരീക്ഷിക്കുകയാണോ? ആരാണ്? ഉറക്കെ ചോദിക്കാൻ അയാൾ ആശിച്ചു. എന്നെ തിരക്കിയോ? വീണ്ടും ആ പഞ്ചാര സ്വരം. എവിടെ നിന്നെന്ന് അറിഞ്ഞുകൂടാ. ആരാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വേഗം വെള്ളത്തിൽ നിന്ന് കരയ്ക്കു കയറി അയാൾ തുവർത്തി തുടങ്ങി. തുവർത്തിക്കഴിഞ്ഞ് 2 പടി കൂടി കയറി അയാൾ നിന്നു. ആരോ അയാളുടെ തോളിൽ പതുക്കെ സ്പർശിച്ചു. സോമൻ വെട്ടിത്തിരിഞ്ഞു. ആരുമില്ല. ഒരു മനുഷ്യജീവിയുമില്ല. ഞാനാണ് കമല. കമല? അയാൾ ഏറ്റു പറഞ്ഞു. അതെ, കമല. ചേട്ടൻ്റെ കമല തന്നെ. അയാൾ വ്യക്തമായിട്ടാണ് അത് കേട്ടത്. സംശയത്തിന് കാര്യമില്ല. അയാളുടെ കർണങ്ങളെ വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇതെന്താണ്? മതിഭ്രമമോ? അയാൾ അറിയാതെ വിറച്ചു.
ഞാൻ തന്നെയാണ് ചേട്ടാ, കമല. ആ വാക്കുകളിൽ ശോകം നിറഞ്ഞിരുന്നു. വേദനിച്ച് വിമിഷ്ടപ്പെട്ടാണ് ആ വാക്കുകൾ പുറത്തു വന്നതെന്ന് സ്പഷ്ടമാണ്. ചേട്ടൻ ഭയപ്പെടരുത്, ചേട്ടൻ്റെ കമലയാണ്. എനിക്ക് വിശ്വസിക്കാൻ മേല. വിശ്വസിക്കൂ, എൻ്റെ ചേട്ടൻ വിശ്വസിക്കൂ. അരോഗദൃഢഗാത്രനായ ആ യുവാവ് ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. ചേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഗദ്ഗതത്തിൽ മുങ്ങിക്കുളിച്ച വാക്കുകൾ. എന്നെ വിശ്വസിക്കണം, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അയാളുടെ തോളിൽ വിയർപ്പ് പൊടിച്ചു തണുത്തിരുന്ന കൈകൾ സ്പർശിച്ചു എന്നയാൾക്ക് തോന്നി. ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരാളുടെ ഭാവം അയാൾക്ക് അനുഭവപ്പെട്ടു. എന്നെ ഭയപ്പെടാതിരിക്കൂ ചേട്ടാ, ഇത് ഞാനാണ്, ചേട്ടൻ്റെ മാത്രമായ കമല. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ വിഷമിച്ചു നിൽക്കുകയാണ്. ഇതെന്തൊരു അനുഭവമാണ്, ഇതെന്തൊരു സംഭവമാണ്. അന്ന് എന്നെ വിട്ടുപിരിഞ്ഞതിന് ശേഷം നടന്ന സംഭവങ്ങളൊന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അയാൾ അറിയാതെ പറഞ്ഞു. എങ്കിൽ ഞാൻ പറയാം, അല്പമൊന്ന് നിന്നാൽ മതി. സോമൻ വിവശനായി പടിയിലിരുന്നു. അയാൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണോ? ഇത് മതിവിഭ്രമമാണോ? ഒന്നും ഒരു തിട്ടവുമില്ല. ചേട്ടൻ പോയതിന് ശേഷം എൻ്റെ വിവാഹം, എത്രയെത്ര ആലോചനകൾ വന്നെന്നോ. ഞാൻ എല്ലാം തട്ടിയൊഴിഞ്ഞുകൂടി. അവസാനം അന്ന് എല്ലാവരും കൂടി ഉറപ്പിച്ചു, എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാൻ വയ്യാത്ത നിലയിലായി. എന്നെ എൻ്റെ ചേട്ടനല്ലാതെ മറ്റൊരാളിന് ഞാൻ എങ്ങനെ സമർപ്പിക്കും? എൻ്റെ സകലതും, എൻ്റെ എല്ലാം ചേട്ടനാണ്. വിമ്മി വിമ്മി കരയുന്ന ശബ്ദം. സോമൻ മിണ്ടിയില്ല. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ചേട്ടാ. ഒടുവിൽ ഇതാ ഈ കയമാണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ ചേട്ടന് വേണ്ടി എന്നെ രക്ഷിച്ചത് ഈ ആറാണ്. ഒരു അർദ്ധരാത്രിയിൽ ഞാൻ... നീ അതിൽ ചാടി മരിച്ചോ? അതിൽ ചാടിയെന്നത് ശരിയാണ്, എന്നാൽ എൻ്റെ ശരീരമേ അതിലെനിക്ക് നഷ്ടമായുള്ളൂ. ഞാൻ അതിനുശേഷം ഇവിടെ ചേട്ടനെയും പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു. ഇന്ന് എനിക്ക് പുണ്യദിനമാണ്. ഞാൻ എൻ്റെ സർവസ്വവുമായ ചേട്ടനെ വീണ്ടും കണ്ടുമുട്ടി. വീണ്ടും ദീർഘമായ നിശബ്ദത. അതിവേഗത്തിലിടിക്കുന്ന അയാളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം അവിടെ പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നി. കമലയുമായി അയാൾക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അയാൾക്കൊരു സംശയവുമില്ല. ആർത്തിയോടെ അയാൾ നാട്ടിലേക്ക് മടങ്ങി വന്നത് അവളെ സ്വന്തമാക്കാനായിട്ടല്ലേ? അനേക നാളായി അയാൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിനായിട്ടല്ലേ? അയാൾ അതെല്ലാം ഓർമ്മിച്ചു. ഇന്ന് ഈ കേട്ടതിൽ നിന്ന് എന്താണ് വിചാരിക്കേണ്ടത്? ആശകളൊന്നും ഇനി സാധിക്കാൻ പോകുന്നില്ല. അയാൾ കെട്ടിയുയർത്തിയ ദന്തഗോപുരം അപ്പാടെ നിലംപതിക്കുകയാണ്. എല്ലാം തകർന്നു തരിപ്പണമാവുകയാണ്. ആശയും ആവേശവും എല്ലാം അഗാധതയിലേക്ക് ആണ്ടുപോവുകയാണ്. വിജയത്തിൻ്റെ ചെങ്കൊടി ഉയർന്നു കാണാൻ കൊതിച്ചിരുന്നിടത്ത് പരാജയത്തിൻ്റെ കരിങ്കൊടി ഉയർന്നിരിക്കുകയാണ്. സോമൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ധാരധാരയായി ഒഴുകിത്തുടങ്ങി. തണുത്ത കൈകൾ അശ്രുകണങ്ങൾ തുടയ്ക്കുന്നത് അയാൾ അറിഞ്ഞു. ഗദ്ഗതത്തിനിടയിൽ അവളുടെ വാക്കുകൾ അയാൾ കേട്ടു. വേദനിക്കരുത് ചേട്ടാ, വേദനിക്കരുത്. ചേട്ടനൊന്നും നഷ്ടമായിട്ടില്ല. എന്നെ ഞാൻ ചേട്ടന് നഷ്ടമാക്കിയിട്ടില്ല. ഇല്ലേ? ഇല്ലേ? എങ്കിൽ ഇല്ല, അത് സാധ്യമല്ല. ചേട്ടന് മുന്നിൽ എനിക്ക് അണിഞ്ഞൊരുങ്ങി സ്വരൂപിയായി നടക്കാനാവില്ല. ഞാനിന്ന് മറ്റൊരു മണ്ഡലത്തിലാണ്. ചേട്ടനും മറ്റുള്ളവരും കഴിഞ്ഞുകൂടുന്ന മണ്ഡലത്തിൽ നിന്ന് ഭിന്നമായ മറ്റൊരു മണ്ഡലത്തിൽ. പിന്നെ നാം തമ്മിൽ എങ്ങനെ ഒന്നിച്ചു കഴിയും? ദീർഘമായ നിശബ്ദത. അതിന് മാർഗമുണ്ട്. അവസാനം അയാൾ
ആ വാക്കുകൾ കേട്ടാണ് വേദനയിൽ നിന്നുണർന്നത്. എനിക്ക് ഈ മണ്ഡലം വിട്ട് മടങ്ങി വരാൻ പറ്റുകയില്ല. സാധ്യമല്ല. ആശയുണ്ടെങ്കിൽ തന്നെ വഴിയില്ല. എന്നാൽ എൻ്റെ ചേട്ടന് ഇങ്ങോട്ട് വരാൻ സാധിക്കും. എന്നോട് ഒത്തുചേരാൻ സാധിക്കും. അയാൾ മിണ്ടിയില്ല. നാം തമ്മിൽ അകന്നു നിൽക്കുന്നതിൻ്റെ കാരണം നമുക്ക് തമ്മിൽ നമ്മുടെ ഇടയിൽ മറയിട്ടിരിക്കുന്നത് ചേട്ടൻ്റെ ഈ ശരീരമാണ്. അയാൾ അത് കേട്ട് വിറച്ചു. ആ ശരീരം, ആ മറ നീക്കിയാൽ നാം ഒന്നാകും. ആശകൾ പൂർത്തിയാകും. അതിനാഗ്രഹമില്ലേ? എന്നെ നേരിടുന്നതിനായി എന്തു ചെയ്യാനും ചേട്ടൻ തയ്യാറല്ലേ? അതൊരു ദയനീയമായ യാചനയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ സോമൻ പകച്ചു നിന്നു. സകല ശക്തികളും സംഭരിച്ച് അയാൾ കടവിൻ്റെ പടികൾ കയറി എങ്ങോട്ടെന്നില്ലാതെ ഓടി. എന്തൊരോട്ടം! ചേട്ടാ, ചേട്ടാ, എൻ്റെ ചേട്ടാ! ആ വിളികൾ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആറ്റുവക്കത്തെ മരങ്ങളും ഇഞ്ചപ്പടർപ്പുകളും ആറ്റുവഞ്ചിയും പിടിച്ചുലച്ചുകൊണ്ട് കടുത്ത കാറ്റ് വീശി. അതിൻ്റെ മൂളൽ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. കരയ്ക്കു കിടന്നിരുന്ന കറുത്തുണങ്ങിയ കരിയിലകൾ ആറ്റിലേക്ക് പറന്നു വീണ് അങ്ങുമിങ്ങും ഒഴുകി തുടങ്ങി. 6-ാമത്തെ ദിവസം പ്രഭാതത്തിൽ കടവിൽ കുളിക്കാനെത്തിയ ആദ്യത്തെ ആളുകൾ കണ്ടത് ആ കയത്തിൻ്റെ മുകൾ പരപ്പിൽ ഓളത്തിനൊപ്പിച്ച് നീങ്ങിക്കൊണ്ടിരുന്ന സോമൻ്റെ മൃതദേഹമായിരുന്നു. പ്രഭാത സൂര്യൻ്റെ പൊൻകതിരുകൾ തലോടിക്കൊണ്ടിരുന്നതിൽ ആറ്റുവക്കത്തെ ഇലഞ്ഞിമരങ്ങൾ പുഷ്പാഭിഷേകം ചെയ്തിരുന്നു. കോന്നിയൂർ നരേന്ദ്രനാഥ് എഴുതിയ ജലദേവത എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. കഥയുടെ അവതരണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.